ഉണ്ണിയമ്മേ കുമ്പടി വന്നു അടി നിന്റെ കരങ്ങൾക്ക് വിശ്രമമില്ലാതെ ചാട്ടവാറ് കൊണ്ടടി. പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശ. ഞങ്ങൾ അവിടെ പോയ ഡിസ്കസ് ചെയ്യുന്നേ. അല്ല നിന്റെ ഒന്ന് മുമ്പിൽ വന്നിരുന്നല്ല. പവർ ടീം ഡിസ്കസ് ചെയ്യുന്ന അവിടെ നിർത്തണമായിരുന്നു. അവിടെ ഞങ്ങൾക്ക് 2 തരം 3 തരം അഭിപ്രായം കാണും. അവൻ ആക്റ്റീവ് അല്ലെങ്കിൽ ആക്റ്റീവ് അല്ലെന്ന് തന്നെ പറയും. എന്ന് പറഞ്ഞവന് മുമ്പിൽ ചിരിക്കാൻ പാടില്ലെന്നൊന്നുമില്ല. മര്യാദയ്ക്ക് നിങ്ങളത് ഓഫ് ചെയ്യണം. ഓഫ് എന്തോ ഓഫ് നിങ്ങൾ ഇപ്പൊ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉപകരണം അത് ഓഫ് ചെയ്യാൻ. കുത്തുമ്പോ കുത്ത അന്തസ്സായിട്ട് ഫ്രണ്ടിൽ കുത്ത്. കുത്തുമ്പോ കുത്ത അന്തസ്സായിട്ട് ഫ്രണ്ടിൽ കുത്ത്. നീ എങ്ങ ആള് മാറിപ്പോയല്ലോടാ കുഞ്ഞുണ്ണി. ഞാൻ കേട്ടോ, ഇത്ര നേരം കേട്ടോ. നാണം കെട്ടവളെ എരി പോടി കേട്ടോ. ബാക്ക് കണ്ട ശകുന്തള, ഫ്രണ്ട് കണ്ട ഡ്രാക്കുള. എനിക്ക് നിന്നെ പോലെ മുക്കണ്ട നോമിനേഷൻ ചെയ്തെന്നും പറഞ്ഞു. ഇയാളെന്തിനാ വഴി പോകുന്ന വെക്കട്ട് ചൂടാവും അങ്ങനെ ചൂടാവും. എടോ ആൾക്കാരെ ഇടം കൊല്ലിട്ട് വീഴ്ത്തുന്ന എന്റെ ഒരു ഹോബിയാണ്. മുമ്പിൽ വന്ന് ഈ കുത്തറിയാം. പക്ഷേ എനിക്ക് ഇതെന്താ ഞാനൊരു കാര്യം പറയാം. ഐ ആം ജസ്റ്റ് ജോക്കിംഗ്. ഞാനൊരു തമാശ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ സീരിയസ് ആവണ്ടായിരുന്നു. കൈ പിടിക്കാൻ കളിക്കാൻ വന്നിട്ടല്ല. തമാശ പറയാം. അത് സീരിയസ് ആവേണ്ട കാര്യം എന്താ? വന്നല്ലേ ഉള്ളൂ, അതിനു മുമ്പേ കയറി കേട്ടാ എളിക്കാതെ കൈ പിടിക്കാൻ 2 കാണിക്കാൻ പറ്റില്ല. ചെവിയും കണ്ടൂടാ കണ്ണും കണ്ടൂടാ. ശിവനെ ഇത് യാത് ജില്ല. നീ എന്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല കേട്ടാ. നീ എന്തിനാ അയാളോട് ദേഷ്യപ്പെട്ടേ? ഞാൻ ആരോടെങ്കിലും കുറച്ച് ഗുണ്ടായിസം കാണിച്ചു ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ പറഞ്ഞുള്ള. ഇരിക്കുന്നെന്നും പറഞ്ഞു ഇവനെ വൈദ്യശാലയിൽ മരുന്നടിക്കാൻ നിന്നിരുന്നവനാ. ഇപ്പോ മരുന്ന് അടിച്ചടിച്ച് ഇതുപോലെ ആയിപ്പോയി. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. എനിക്ക് നിന്നെ പോലെ ഇത്ര വൃത്തിയായിട്ട് കളി കളിക്കണ്ട. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. പിന്നെ സംഘത്തിൽ വരുമ്പോഴെങ്കിലും കുറച്ച് മാന്യമര്യാദയായിട്ട് പെരുമാറിക്കൂടെ? വാഴ പോലെ വാഴപ്പുറം മരവാഴ് കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ഞങ്ങളുടെ പ്രാക്ക മൊത്തത്തിൽ തന്നെ കുത്തി തിന്നാൻ പോയില്ലേ? നിനക്ക് അങ്ങനെ തന്നെ വേണം. അപ്പോ ഞങ്ങള് വരട്ടെ. നാളെ കാണാം.